തമിഴ്നാട്ടിൽ 5655 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരമ്പരാഗത തമിഴ് വേഷമായ ഷർട്ടും മുണ്ടും ധരിച്ചെത്തിയ പ്രധാനമന്ത്രി ഈ പദ്ധതികൾ തമിഴ്നാട്ടിലെ യുവാക്കൾക്ക് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. റെയിൽവേ, ദേശീയപാതകൾ, ശുദ്ധ ഊർജ്ജം, പെട്രോളിയം തുടങ്ങിയ മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. തമിഴ്നാടിന്റെ ഭാവിക്ക് ഈ പദ്ധതികൾ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. നാഗർകോവിൽ, ചാർലപ്പള്ളി, പോടന്നൂർ, ധൻബാദ് എന്നിവയാണ് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ. കൂടാതെ രാമേശ്വരം മംഗളൂരു എക്സ്പ്രസ്, തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ്, മയിലാടുംതുറൈ തിരുവാരൂർ കാരക്കുടി പാതയിലെ പുതിയ സർവീസ് എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ ട്രെയിനുകൾ തമിഴ്നാടിനെ കേരളം, കർണാടകം, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന് നീലഗിരി, ഈറോഡ് ജില്ലകളിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. 3680 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ പദ്ധതിയിലൂടെ 8.8 ലക്ഷം വീടുകളിൽ പൈപ്പ് വഴി പാചകവാതകം എത്തും. ചെന്നൈ മണലിയിൽ 1490 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ലൂപ്പ് പ്ലാന്റും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ സൗകര്യങ്ങളിലൊന്നാണിത്. പ്രാദേശികമായ ഉൽപാദനം വർദ്ധിക്കുന്നത് ഇറക്കുമതി കുറയ്ക്കാനും വിദേശ നാണ്യം ലഭിക്കാനും സഹായിക്കുമെന്ന് മോദി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച 370 കിലോമീറ്റർ ദൈർഘ്യമുള്ള 89 ഗ്രാമീണ റോഡുകളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഇത് ഉൾനാടൻ മേഖലകളിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വിപണികളിലേക്കും വിദ്യാലയങ്ങളിലേക്കും എളുപ്പത്തിലെത്താൻ സഹായിക്കും. NH-81 ഗംഗൈക്കൊണ്ട ചോളപുരത്തിന് സമീപം പുതിയ ബൈപ്പാസ് നിർമ്മിക്കുന്നതിനും അദ്ദേഹം തറക്കല്ലിട്ടു. പുരാതനമായ ചോളക്ഷേത്രത്തിന് സമീപത്ത് കൂടിയുള്ള ഗതാഗത തിരക്ക് കുറയ്ക്കാനും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ ബൈപ്പാസ് സഹായിക്കും. വികസിത ഭാരതത്തിനായി വികസിത തമിഴ്നാട് എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ രാപ്പകൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരശ് പ്രധാനമന്ത്രിയെ ആദരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, എൽ മുരുകൻ, AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പൈപ്പ് ഗ്യാസ് പദ്ധതി വഴി വായുമലിനീകരണം കുറയുന്നത് 4 കോടി മരങ്ങൾ നടുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് കേരളത്തിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ടത്. കലൂർ സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. കേരളത്തിന്റെ വികസനത്തിന് വേഗം പകരുന്നതിനുള്ള അവസരമാണെന്ന് കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. 5,500 കോടി രൂപ ചെലവിട്ട് BPCL കൊച്ചി റിഫൈനറിയിൽ സ്ഥാപിക്കുന്ന പെട്രോ പ്രൊപ്പലിൻ പ്ലാന്റിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. പ്രതിവർഷം 4 ലക്ഷം ടൺ പോളി പ്രൊപ്പലിൻ പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. AI മേഖലയിലും സെമി കണ്ടക്ടർ മേഖലയിലും രാജ്യം പുരോഗതി കൈവരിക്കുകയാണ്. സൗരോർജ്ജ ശക്തിയിൽ പ്രമുഖ രാജ്യമാണ് നാം. കേരളവും സൗരോർജ്ജ മേഖലയിൽ മുന്നേറണം. ഉദ്ഘാടനം ചെയ്ത പദ്ധതികളെല്ലാം കർഷകർക്കും വ്യവസായ മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ശക്തി പകരും. അടിസ്ഥാന സൗകര്യ മേഖലയിൽ ചിലവഴിക്കുന്ന പണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കേരളത്തിലെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരം ലഭിക്കുമെന്നും മോദി വ്യക്തമാക്കി. കൊല്ലം ജില്ലയിൽ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ദേശീയപാത 66 തലപ്പാടി ചെങ്കള ഭാഗത്തെയും കോഴിക്കോട് ബൈപ്പാസിലെ വെങ്ങളം രാമനാട്ടുകര ഭാഗത്തെയും 6 വരി പാതകളും ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.